രാമരാവണ യുദ്ധ സമയത്ത് ശ്രീരാമൻ കുംഭകർണന്റെ കരങ്ങൾ ഛേദിച്ച് അദ്ദേഹത്തെ നിഗ്രഹിച്ചതിനു ശേഷം ദേവേന്ദ്രനെ പോലും ബന്ദിയാക്കിയ രാവണപുത്രൻ മേഘനാഥൻ യുദ്ധക്കളത്തിലേക്ക് കാലെടുത്തു വെച്ചു. അവൻ അദൃശ്യനായി നിന്ന് ആക്രമിക്കാൻ തുടങ്ങിയെങ്കിലും ഹനുമാൻ സ്വാമിക്ക് ലഭിച്ച ദിവ്യവരങ്ങളാൽ എല്ലാം വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഹനുമാൻ സ്വാമി ഉടൻ തന്നെ മേഘനാഥനുമായി ഏറ്റുമുട്ടി. യുദ്ധം കൊടുമ്പിരികൊണ്ടിരിക്കുമ്പോൾ മേഘനാഥൻ പെട്ടെന്ന് അവിടെ നിന്ന് അപ്രത്യക്ഷനായി. ഹനുമാൻ സ്വാമിയെ ആശയക്കുഴപ്പത്തിലാക്കാൻ അവൻ തന്റെ മായാശക്തികളാൽ സീതാദേവിയെ പോലെ തോന്നിക്കുന്ന ഒരു വ്യാജരൂപം സൃഷ്ടിച്ചു. ആ രൂപം യഥാർത്ഥ സീതാദേവിയാണെന്ന് ആർക്കും തോന്നിപ്പോകുമായിരുന്നു. ഹനുമാൻ സ്വാമി അവിടെ എത്തിയതും മേഘനാഥൻ അദ്ദേഹത്തിന്റെ കൺമുന്നിൽ വെച്ച് ആ വ്യാജരൂപത്തിന്റെ ശിരസ് ഛേദിച്ചു. ഈ ദാരുണമായ കാഴ്ച കണ്ട ഹനുമാൻ സ്വാമി സ്തംഭിച്ചുപോയി. ബോധരഹിതനായി അദ്ദേഹം ആകാശത്ത് നിന്ന് താഴേക്ക് പതിച്ചു. ലക്ഷ്മണൻ അദ്ദേഹത്തെ താങ്ങിയെടുത്തപ്പോൾ ഹനുമാൻ സ്വാമി ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. ലക്ഷ്മണൻ അദ്ദേഹത്തോട് കരയുന്നതിന്റെ കാരണം ചോദിച്ചപ്പോൾ ഹനുമാൻ സ്വാമി വിതുമ്പിക്കൊണ്ട് പറഞ്ഞു, ആ വഞ്ചകനായ മേഘനാഥൻ സീതാമാതാവിനെ വധിച്ചു. ഇത് കേട്ടതും ലക്ഷ്മണന്റെ കണ്ണുകളും ഈറനണിഞ്ഞു. തുടർന്ന് ലക്ഷ്മണൻ കടുത്ത കോപത്താൽ മേഘനാഥനെ നിമിഷാർദ്ധം കൊണ്ട് നിഗ്രഹിക്കുകയും ചെയ്തു. ജയ് സിയാറാം, ജയ് ശ്രീ ലക്ഷ്മൺ, ജയ് ബജ്രംഗ്ബലി.